സംസ്ഥാനം നെല്ല് സംഭരിച്ച വകയിൽ 879 കോടി രൂപ കർഷകർക്ക് വിതരണം ചെയ്തെന്ന് മന്ത്രി ജി.ആർ. അനിൽ. ബാക്കി തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ നടപടി സ്വീകരിച്ചു. നെല്ല് സംഭരിച്ച വകയിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനുള്ളത് 1079 കോടി രൂപയെന്നും മന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. സംസ്ഥാനത്താകെ സംഭരിച്ച നെല്ലിന്റെ വില 1582.9 കോടി രൂപയാണ്. ഇതിൽ 879.95 കോടി രൂപയും ഇതിനോടകം വിതരണം ചെയ്തു കഴിഞ്ഞു. ബാക്കി തുക നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഊർജിത നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി ജി.ആർ. അനിൽ വ്യക്തമാക്കി. PRS വായ്പ വഴിയാണ് സംഭരണ വില കർഷകർക്ക് നൽകി വരുന്നത്. 2023-24 രണ്ടാം വിളവെടുപ്പിൽ സംസ്ഥാനത്താകെ 5,34,216 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. ഏറ്റവും കൂടുതൽ സംഭരിച്ചത് പാലക്കാട് ജില്ലയിലാണ്. രണ്ടാമത് ആലപ്പുഴ ജില്ലയും മൂന്നാമത് തൃശൂർ ജില്ലയും നാലാമത് കോട്ടയം ജില്ലയുമാണ്. പാലക്കാട് ജില്ലയിൽ നെല്ല് സംഭരണം ഏറെക്കുറെ പൂർത്തിയായി. 224.26 കോടി രൂപ കൂടി PRS വായ്പയായി ലഭിക്കും. ഇതുകൂടാതെ MSP ഇനത്തിൽ 130 കോടി രൂപ കൂടി സപ്ലൈകോയുടെ കൈവശമുണ്ട്. 2023-24 നാലാം പാദത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട 195.38 കോടി രൂപയും 2024-25 ഒന്നാം പാദത്തിലെ മുൻകൂറായി ലഭിക്കേണ്ട 376.34 കോടി രൂപയും ലഭിച്ചിട്ടില്ല. ഇതടക്കം കേന്ദ്ര സർക്കാരിൽ നിന്ന് നാളിതുവരെ 1079.51 കോടി രൂപ സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ട്. സംസ്ഥാനത്ത് അനുഭവപ്പെട്ട അതികഠിനമായ വരൾച്ച നെല്ലിന്റെ ഗുണനിലവാരത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുഴുവൻ നെല്ലും സംഭരിക്കണമെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്നും മന്ത്രി ജി.ആർ. അനിൽ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.